പള്ളിച്ചട്ടമ്പി വിഷു റിലീസായിട്ട് എത്തിയ പടമാണ്. പടം കയ്യിൽ നിന്ന് പോയതിനെ എങ്ങനെയെങ്കിലും പൊക്കിയെടുക്കാനായിട്ട് അവരൊരു പ്രസ് മീറ്റ് പൃഥ്വിരാജ് സുകുമാരനെ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലെ. ആ പ്രസ് മീറ്റിൽ പൃഥ്വിരാജിനോട് ഒരാൾ ചോദിച്ച ചോദ്യവും പുള്ളി കൊടുത്ത ഉത്തരവും അത് ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമാ ലവർ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് ഡിസ്കസ് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് എന്നെ ശരിക്കും ഇരുത്തി ചിന്തിപ്പിച്ചു. കാര്യം നിലപാടുകളുടെ രാജകുമാരൻ എന്താണ് ഇപ്പം ഇങ്ങനെ പറയുന്നത്, നിങ്ങളൊന്ന് കേട്ട് നോക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആ കാലഘട്ടത്തിന്റെ ഒരു റെപ്രസെന്റേഷൻ പോലെ ഈ സിനിമ വരുമ്പോൾ അതിൽ കുറച്ച് പൊളിറ്റിക്സ് ചെയ്യപ്പെടുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു സിനിമയിൽ ഭാഗമാകുമ്പം നമ്മളായിട്ട് എടുക്കേണ്ട ചില തീരുമാനങ്ങൾ ഉണ്ടാവില്ലേ? ചില പൊളിറ്റിക്സിനെ സപ്പോർട്ട് ചെയ്യുന്നതാണോ, ചിലതിനെ? അതിപ്പോ ഒരു പൊളിറ്റിക്കൽ, സോഷ്യോ പൊളിറ്റിക്കൽ, ഈവൻ ജിയോ പൊളിറ്റിക്കൽ മേഖലകളിൽ തൊട്ട് സംസാരിക്കുന്ന സിനിമാ ആവിഷ്കരണങ്ങളിൽ എനിക്കെപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യാൻ തോന്നിയിട്ടുള്ളത് ആ സിനിമയുടെ ഇന്റൻഷൻ എന്താണ് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു പ്രത്യേക നറേറ്റീവ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഐ ഡോണ്ട് ഫൈൻഡ് ദാറ്റ് അപ്പീലിംഗ്. അതെന്നെ എനിക്ക് ചെയ്യണമെന്ന് തോന്നുന്നൊരു സിനിമ ആയിരിക്കില്ല. നേരെ മറിച്ച് ഓണസ്റ്റ് ആയിട്ടൊരു കഥ പറയുന്ന ഒരു സിനിമയാണ്. ആ കഥയിൽ ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് ഉണ്ട്. ആ നറേറ്റീവ് ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ ആ കഥ പൂർണ്ണമാകൂ എന്ന രീതിയിലാണ് ഒരു സിനിമ ചെയ്യുന്നതെങ്കിൽ ഐ ഹാവ് നോ പ്രോബ്ലംസ് വിത്ത് ഇറ്റ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു കഥ അപ്പീലിംഗ് ആവണം. ആ കഥ അപ്പീലിംഗ് ആകണമെങ്കിൽ അതിന്റെ ഇന്റൻഷൻ ഓണസ്റ്റ് ആയിരിക്കണം. ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി എടുക്കുന്ന ഒരു സിനിമ ആകരുത്. സിനിമയുടെ ഉദ്ദേശം എപ്പോഴും ആൾക്കാരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുക, അവരെ ചിന്തിപ്പിക്കുക, അവരെ എൻഗേജ് ചെയ്യിപ്പിക്കുക, പ്രേക്ഷകന് ഒരു നല്ല വ്യൂയിങ് എക്സ്പീരിയൻസ് നൽകുക. അതിനപ്പുറത്തേക്ക് ഒരു ഇന്റൻഷൻ ഒരു സിനിമയ്ക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത്.